Hello everyone, welcome to Entry Technical. So today we are going to do a module analysis on three important topics in your lecture in Poly and Electrical and Electronics exam. നമ്മുടെ upcoming PSC എക്സാമിൽ മൂന്ന് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് ഈ മൂന്ന് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി ആർ ട്രൈങ് ടു സോൾവ് ഔട്ട് സർട്ടൺ പ്രോബ്ലംസ് ഫ്രം ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ പ്രോബ്ലംസ്, ലെറ്റ്സ് ഡിസ്കസ് ആൻഡ് ഹാവ് എ ക്വിക്ക് വാക്ക് ത്രൂ ഓഫ് ദ മോഡ്യൂൾസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ട് 5 മൊഡ്യൂളിലാണ് കൺട്രോൾ സിസ്റ്റം വരുന്നത് ആൻഡ് 14 മാർക്സ് ഇസ് അസൈൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ഏരിയ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 4 ഡിഫറെന്റ് സെക്ഷൻസ് ആയിട്ടാണ് ഈ മൊഡ്യൂൾസിനെ അവർ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് സെക്ഷൻ ഇസ് ബേസിക്കലി ദ ബേസിക്സ് ഓഫ് കൺട്രോൾ സിസ്റ്റം. നിങ്ങൾ കോളേജ് ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ള കൺട്രോൾ സിസ്റ്റം സബ്ജക്ട് തന്നെയാണ് ഈ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ മിക്ക ബേസിക് കാര്യങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. അതിലാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്, ബിക്കോസ് യു ക്യാൻ എക്സ്പെക്ട് മോർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, രണ്ടാമത്തത് അവർ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് സ്പേസ് അനാലിസിസ്. എഗെയിൻ എ വെരി ഈസി സെക്ഷൻ. നിങ്ങൾക്ക് അധികം സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ കവറപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് മോർ ഫോക്കസ് ഷുഡ് ബി ഗിവൻ ടു ദ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഈ മൂന്നാമത്തെ സെക്ഷൻ നോൺ ലീനിയർ സിസ്റ്റം, അധികം ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ PSC എക്സാംസിനും ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ എക്സ്പെക്ട് സം തിയറി ക്വസ്റ്റ്യൻസ്. ഏറ്റവും ടുവേർഡ്സ് ദി എൻഡ് യു ക്യാൻ ഗിവ് ഫോക്കസ് ഓൺ ദിസ് പെർട്ടിക്കുലർ സെക്ഷൻ, ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് 5 മൊഡ്യൂൾ. ഓക്കെ, ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദാറ്റ് there are certain topics related to signals and systems towards the end of this particular module. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബേസിക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസും അതുപോലെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ അഗൈൻ an important part. So this is all about part 5 control system module. ഇനി നിങ്ങളുടെ ഇലക്ട്രോണിക് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ, പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദി എൻഡ്, അതായത് അനലോഗ് വരുന്നുണ്ട്, അവിടെ ഡിജിറ്റൽ വരുന്നുണ്ട്, മൈക്രോ പ്രോസസർ വരുന്നുണ്ട്. Towards the end of the module, you can see there are certain topics related to power electronics. Okay, അപ്പം ഇതിൽ നിന്ന് ഒരു മാക്സിമം ഒരു 3 to 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. കൂടുതലും അവർ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ബേസിക്സ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ മൈ സജഷൻ ഇസ് ബേസിക്കലി നിങ്ങൾ മൊഡ്യൂൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. അപ്പം സിലബസിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ആദ്യം പഠിച്ചതിന് ശേഷം നിങ്ങൾ ആഡ് ഓൺസ് ആയിട്ട് അഡീഷണൽ ടോപ്പിക്സും കൂടെ നോക്കി പോയാൽ മതി. ഓക്കെ, so let's start with the discussion. We'll discuss on the previous questions. Okay, നമ്മൾ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് സെഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. The first question is, system has transfer function 1 divided by x plus a. What is the impulse response? Okay, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിച്ച there is a relation between time domain and s domain അല്ലേ? ടൈം ഡൊമെയിനും എസ് ഡൊമെയിനും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. So we are using transformations to convert signals from time domain to S domain അല്ലെങ്കിൽ frequency domain എന്നും പറയാം. അതായത് നിങ്ങൾക്ക് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ടെങ്കിൽ which is in time domain, in order to get the transfer function which is in S domain or frequency domain, you have to apply Laplace transformation. അല്ലെ, നമ്മൾ Laplace transformation യൂസ് ചെയ്താൽ ഡയറക്ട്ലി നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ബേസിക്കലി ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ്. വളരെ ബേസിക് ആയിട്ട് നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലെ. So they have given that the system is having a transfer function. ഇവിടെ അവർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. So they have given the transfer function, then they are asking you to find the impulse response. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Impulse response in time domain can be found out by taking the Laplace inverse of transfer function അല്ലെ. അപ്പൊ നമുക്ക് ലാപ്ലാസ് ഇൻവേഴ്സ് എടുത്താൽ മതി, അതായത് L inverse of 1 divided by s plus a. Okay, നമുക്കിത് അറിയാം. L inverse of 1 divided by s plus a എന്ന് പറഞ്ഞാൽ it is e raised to minus at അല്ലെ. കാരണം എക്സ്പോണൻഷ്യൽ സിഗ്നൽ e raised to at യുടെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 by s minus a ആയിരുന്നു. സോ e raised to minus at യുടെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1 divided by s plus a. ദീസ് ആർ ബേസിക് ലാപ്ലാസ് ഇക്വേഷൻസ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാപ്ലാസ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. സോ L inverse of 1 by s plus a is e raised to minus at. So option D is your correct answer. Second question, for unity feedback control system whose open loop transfer function is 1 by s into s plus 1, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്സ്. ഓക്കെ, ഇപ്പൊ നാച്ചുറൽ ഫ്രീക്വൻസി, നാച്ചുറൽ എന്ന് പറഞ്ഞ വേർഡ് കണ്ടാൽ തന്നെ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ആസ്കിംഗ് യു ടു ഫൈൻഡ് ഒമേഗ എൻ. ഓക്കെ, ഡാംഡ് എന്ന് വെച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒമേഗ ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. സോ ഇവിടെ നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അവർ തന്നേക്കുന്നത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എസ് ആണ് തന്നേക്കുന്നത്. സോ ഇഫ് ദേ ആർ ആസ്കിംഗ് യു ടു ഫൈൻഡ് ദീസ് ഒമേഗ എൻ അല്ലെങ്കിൽ ഒമേഗ ഡി എന്ത് തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ലെ.
So how will you find the closed loop transfer function? നമുക്ക് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ജി ഓഫ് എസ് തന്നിട്ടുണ്ടെങ്കിൽ ജനറലി നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് പറയുന്നത്. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ്. ആൻഡ് സിൻസ് ഇറ്റ്സ് എ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എച്ച് ഓഫ് എസ്? അത് 1 ആയിരിക്കും അല്ലേ. സോ ജനറലി ഇറ്റ് ഇസ് ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എന്നായിരിക്കും നിങ്ങളുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ജി ഓഫ് എസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ജി ഓഫ് എസ് തന്നിട്ടുണ്ട് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 അല്ലേ. ദിസ് ഇസ് ഗിവൺ ആസ് 1 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ. അപ്പൊ നമ്മുടെ ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾ സോൾവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് 1. ഓക്കെ, അപ്പൊ നമ്മുടെ മേജർ എയിം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഡിനോമിനേറ്റർ പോളിനോമിയൽ അല്ലേ. ഈ ഡിനോമിനേറ്റർ പോളിനോമിയൽ ഓഫ് എ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമ്മൾ തിയറിയിൽ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. And from the characteristic equation of a second order system, this is a second order system, you can find the value of natural frequency of oscillation omega n. Alle, what is the general equation? X square plus 2 zeta omega ns plus omega n square is equal to 0. ഒരു second order standard systemത്തിന്റെ characteristic equation is given, അല്ലെങ്കിൽ denominator polynomial is given by the equation x square plus 2 zeta omega ns plus omega n square equal to 0. So if you are comparing these two, നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. So you can see that omega n square നെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? Omega n square is 1, or I can say that the natural frequency of oscillation omega n is equal to 1 radians per second. So your answer is option number D. Now let's go with the third problem. The number of roots on the equation 2s raised to 4 plus x cube plus 2x square plus 5s plus 7 equal to 0 that lie on the right half of the s plane എന്നാണ് ചോദ്യം. സേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കൺട്രോൾ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് റൂത്ത് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റൂത്ത് ഹുർവിറ്റ്സ് ടേബിൾ. സ്റ്റെബിലിറ്റി ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2s raised to 4 plus x cube plus 2s square plus 5s plus 7. So from this, your first step should be to construct the RS table or the Routh Hurwitz table. അപ്പൊ നമുക്ക് എങ്ങനെ റൂത്ത് ഹുർവിറ്റ്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം? The power is starting with 4 അല്ലേ. So you have x raised to 4, x cube, x square, x raised to 1 and x raised to 0. Okay, so we can have the Routh Hurwitz table. We can construct the Routh Hurwitz table. So take the alternate coefficients 2, 2, 7. So your first row will be 2, 2, 7 and your second row will be 1 and 5. So here it is 1 and 5. How will you construct the element? നമുക്ക് cross multiply ചെയ്യാം. 1 into 2 minus 5 into 2 divided by 1 അല്ലേ. So you'll be getting minus 8. What will be the second element of S2 row? S2 row second element ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യുന്നെങ്കിൽ 1 into 7 minus 0 into 2 by 1 ചെയ്യാം. അല്ലെങ്കിൽ you can directly take 7 as the element അല്ലേ. തൊട്ട് മുകളിലുള്ള എലമെന്റിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എലമെന്റ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. സോ ദിസ് എലമെന്റും ദിസ് എലമെന്റ് എപ്പോഴും സെയിം ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ ഡയഗണൽ മെട്രിക്സ് പോലെ അത് വരുന്നത്. എക്സ് റൈസ് ടു 1 ഇവിടുത്തെ എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? minus 8 into 5 minus 7 into 1 divided by minus 8. So you'll be getting it as minus 47 by minus 8. അപ്പൊ നമുക്ക് 47 by 8 എന്നൊരു വാല്യൂ കിട്ടും. Again, this element will complete the first column of the Routh Hurwitz table അല്ലെ. ഇപ്പൊ എസ് റൈസ് ടു 0 ന്റെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ജസ്റ്റ് തൊട്ട് മുകളിലുള്ള എലമെന്റിന് ഡയഗണലി ഓപ്പോസിറ്റ് ഉള്ള ആരാ? 7 അല്ലെ. 7 തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. സോ വി ഗോട്ട് ദ ഫസ്റ്റ് കോളം. ആൻഡ് ഫ്രം ദ റൂത്ത് ഹുർവിറ്റ്സ് ടേബിൾ ഹൗ വിൽ യു ചെക്ക് ദ സ്റ്റെബിലിറ്റി? അല്ലെങ്കിൽ എന്താ റൂത്ത് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയ പറയുന്നത്? എത്ര സൈൻ ചേഞ്ചസ് ആണോ ഈ ഫസ്റ്റ് കോളത്തിലുള്ളത്, കോളം 1 നമ്മൾ നോക്കുക, അതിനകത്ത് എത്ര സൈൻ ചേഞ്ചസ് ഉണ്ടോ അത്രയും റൂട്ട്സ് റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ വരുമെന്നാണ് റൂത്ത് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയ പറയുന്നത് അല്ലേ. സോ ആസ് പെർ ദ റൂത്ത് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയ യു കെൻ സീ ദാറ്റ് ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്, 2 ഉം 1 ഉം പോസിറ്റീവ് ആണ്, -8 നെഗറ്റീവ് ആണ്, 47 by 8 is again positive, 7 is positive. So you can see that there are 2 sign changes. ഇവിടെ പ്ലസ് നിന്ന് മൈനസ് ആവുന്നുണ്ട്, ഇവിടെ മൈനസ് നിന്ന് പ്ലസ് ആവുന്നുണ്ട്. Okay, so there are 2 sign changes in the first column, which means that there are 2 roots on the right half of the S plane. Okay, അതാണ് നമ്മുടെ ചോദ്യവും. So your correct answer is option number A. Question number 4. Loop gain GH of a closed loop system is given by K divided by S into S plus 2 into S plus 4. The value of K for which the system becomes just unstable. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെന്റൻസ് അല്ലെങ്കിൽ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് അൺസ്റ്റേബിൾ, സ്റ്റേബിൾ ആയ ഒരു സിസ്റ്റം പെട്ടെന്ന് അൺസ്റ്റേബിൾ ആവാനുള്ള കെയുടെ വാല്യൂ ആണ് അവരുടെ ചോദ്യം. ഓക്കെ, സോ അഗെയിൻ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടതാണ് യു ഹാവ് ടു ഗോ വിത്ത് ദ ആർ എസ് ടേബിൾ ഓർ ദി ആർ എസ് ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ ഇവിടെയും റൂത്ത് ഹുർവിറ്റ്സ് ടേബിൾ അല്ലെങ്കിൽ റൂത്ത് ഹുർവിറ്റ്സ് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് തന്നെയാണ്
ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ ഹിയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് GH തന്നിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് നോട്ട് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. GH എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പ് ഗെയിൻ എന്ന് പറയും. നമ്മൾ തിയറി പഠിക്കുന്നതാണ്. സോ G(s) into H(s) ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നവർ, വിച്ച് ഇസ് k divided by s into s plus 2 into s plus 4. ഓക്കെ, സോ ഇഫ് യു ആർ ഗിവൺ ദ ലൂപ്പ് ഗെയിൻ, നിങ്ങൾക്ക് GH എന്ന് പറഞ്ഞ സംഭവം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ you can directly write the characteristic equation as 1 plus g of s h of s is equal to 0. So this is your characteristic equation. അപ്പോൾ characteristic equationൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റൂത്ത് ഹുർവിറ്റ്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടുള്ളൂ അല്ലേ. സോ സിൻസ് ദേ ഹാവ് ഗിവൺ ദ ലൂപ്പ് ഗെയിൻ, യു ക്യാൻ റൈറ്റ് ദ characteristic equation by using this particular equation. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. So 1 plus gh is equal to 0. അതായത് 1 plus what is gh? k divided by s into s plus 2 into s plus 4 is equal to 0. So if you are solving this, you will be getting the denominator polynomial as. അപ്പോൾ നിങ്ങളിത് സോൾവ് ചെയ്ത് LCM എടുത്ത് സോൾവ് ചെയ്താൽ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? x square plus 2s into s plus 4 plus k equal to 0. So this will be your denominator. And that denominator, അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. You'll be getting the equation as x square plus 2s into x plus 4 plus k equal to 0. Because this is your denominator polynomial അല്ലേ. C തന്നെയാണ് denominator polynomial. അപ്പൊ ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. Equal to 0. ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. x cube plus 4x square plus 2s square plus 8s plus k equal to 0. Or again on simplification I'll get x cube plus 6x square plus 8x plus k equal to 0 എന്ന് വന്നു അല്ലേ. അപ്പൊ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. Now we have to construct the Routh Hurwitz table. It's starting with x cube. You have x square, x raised to 1 and x raised to 0. So I'm trying to construct the Routh Hurwitz table. For first coefficients, alternate coefficients എടുക്കുക 1 8. Then you have 6 and k അല്ലേ. രണ്ടാമത് വരുന്നത് 6 k on. Just do cross multiplication. 6 into 8 minus k divided by 6, which is 48 minus k by 6. What about this element? ഈ element എന്തായിരിക്കും? തൊട്ടുമുള്ള എലമെന്റിന് ഡയഗണലി ഓപ്പോസിറ്റ് ഉള്ള ആള് k. So this will be k. Now നമുക്ക് ഫസ്റ്റ് കോളം കിട്ടി. ആൻഡ് ആസ് പെർ ദ സിസ്റ്റം, ആസ് പെർ ദ ക്രൈറ്റീരിയ, നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് റൂട്ട്സ് ഓൺ ദ റൈറ്റ് ഹാഫ് അല്ലെ. റൂട്ട്സ് സൈൻ ചേഞ്ചസ് വന്നാൽ റൈറ്റ് ഹാഫ് ഓഫ് ദി എക്സ്പ്ലെയിനിൽ റൂട്ട്സ് വരും. അങ്ങനെ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും അല്ലെ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് നെഗറ്റീവ് ആയാൽ, ഇതിൽ ഏതെങ്കിലും ഒരാൾ നെഗറ്റീവ് ആയാൽ സൈൻ ചേഞ്ചസ് അവിടെ വരും. നെഗറ്റീവ് ആവുന്നതിന് മുമ്പേ, അതായത് ജസ്റ്റ് അൺസ്റ്റേബിൾ ആവുന്നതിന് മുന്നേ അതിന് ഏത് വാല്യൂ അസ്യൂം ചെയ്യാം? 0 എന്ന് പറഞ്ഞ വാല്യൂ അസ്യൂം ചെയ്യാം അല്ലേ. സോ വി ഹാവ് ടു ഇക്വേറ്റ് ദിസ് വാല്യൂ ടു 0 ബിക്കോസ് if all the values are positive, ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ no sign changes, all the roots are on the left half of the S-plane and the system is stable എന്ന് പറയും. പക്ഷെ അവർ പറയുന്നത് ജസ്റ്റ് അൺസ്റ്റേബിൾ ആവാനുള്ള കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവിലോട്ട് ആവാനുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കെക്ക് കൊടുക്കേണ്ടത്. വിച്ച് മീൻസ് ഈ ഒരു എലമെന്റിന് നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 48 minus k by 6 is equal to 0 എന്ന് വരും. And from that you will get the value of k is equal to 48 അല്ലേ. കെയുടെ വാല്യൂന് ഞാൻ 48 കൊടുത്താൽ ഈ എലമെന്റ് 0 ആവും. ഇനി അതിൽ നിന്നും കൂടുതൽ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ബിയോണ്ട് 48, ദിസ് വിൽ ബിക്കം നെഗറ്റീവ് ആൻഡ് ഇറ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ അല്ലേ. അപ്പൊ ജസ്റ്റ് അൺസ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്താൽ മതി? ഞാൻ 48ന് കെ എന്ന് പറഞ്ഞ വാല്യൂന് 48 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഓപ്ഷൻ സി ഈസ് യുവർ കറക്റ്റ് ആൻസർ. Question number 5. For the signal f of t is equal to 15 sin 4 pi t plus 5 cos 8 pi t plus 3 sin 18 pi t, minimum sampling frequency should be. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സിഗ്നൽ സയൻസ് സിസ്റ്റത്തിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ. സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ സാമ്പിളിംഗ് തിയറം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ് അവർ ചോദിക്കുന്നത്. സോ നമ്മുടെ സിഗ്നലിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു സിഗ്നൽ കിട്ടും, ഇറ്റ്സ് എ മൾട്ടിപ്പിൾ സിഗ്നൽ ബിക്കോസ് ഇറ്റ്സ് ഹാവിംഗ് 3 ഡിഫറെന്റ് കമ്പോണൻസ് അല്ലേ. അത് നമ്മൾ ആഡ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഒറ്റ സിഗ്നൽ ആണെങ്കിൽ നമുക്ക് അതിന് ഡയറക്ട്ലി നമുക്ക് മാക്സിമം ഫ്രീക്വൻസി എടുക്കാം. സോ വെൻ യു ആർ ഗിവൺ എ മൾട്ടിപ്പിൾ സിഗ്നൽ, ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ മാക്സിമം ഫ്രീക്വൻസി. അപ്പൊ ഈ തന്നിരിക്കുന്ന 3 കമ്പോണൻസ് നിന്നും ഏറ്റവും മാക്സിമം ഒമേഗ എന്താണെന്ന് നമുക്ക് നോക്കാം. 4 പൈ ഉണ്ട്, 8 പൈ ഉണ്ട്, 18 pi ഉണ്ട്. Where 18 pi is the maximum value. So I am taking 18 pi as omega m, which is 2 pi fm is equal to 18 pi. From that you can say fm is equal to 9 hertz. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാക്സിമം ഫ്രീക്വൻസി, ഈ ഒരു സിഗ്നലിന്റെ മാക്സിമം ഫ്രീക്വൻസി, പോസിബിൾ ഫ്രീക്വൻസി കിട്ടി. നൗ ആസ് പെർ സാമ്പിളിംഗ് തിയറം, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സിഗ്നൽസിൽ പഠിക്കുന്ന ഒരു തിയറമാണ്. ആസ് പെർ ദ സാമ്പിളിംഗ് തിയറം we say that sampling frequency should be greater than or equal to twice the maximum frequency അല്ലെ. സോ അവർ ചോദിച്ചിരിക്കുന്ന മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ആണ്. സോ ഐ ക്യാൻ ടേക്ക് fs is equal to 2 into fm, which is 2 into
9, 18 hertz. So the minimum sampling frequency should be 18 hertz for this particular signal. So option A ആണ് correct ഉത്തരം. Sixth problem, given two continuous time signals x of t equal to e raised to minus t and y of t equal to e raised to minus 2t, convolution for t greater than 0. So it's a problem related to convolution. Convolution നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ. നമുക്ക് ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. സോ അവർ രണ്ട് സിഗ്നൽസ് തന്നിട്ടുണ്ട്, ഇ റൈസ് ടു മൈനസ് ടിയും ഇ റൈസ് ടു മൈനസ് 2t. അപ്പൊ ബേസിക്കലി നമ്മൾ കൺവോൾവ് ചെയ്യുന്ന എങ്ങനെയാണ്, നമ്മൾ കൺവല്യൂഷന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ലെന്തി പ്രോസസ് ആയിട്ട് ഗ്രാഫ് ഒക്കെ വരച്ച് ഗ്രാഫിക്കൽ മെത്തേഡിലോ അല്ലെങ്കിൽ സിൻസ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് സിഗ്നൽ വി ഹാവ് ടു ഗോ വിത്ത് ഗ്രാഫിക്കൽ മെത്തേഡ് അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട്സുകൾ ഓർത്ത് വെച്ചേക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ, ജനറലി അവർ ചോദിക്കുന്ന എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ആയിരിക്കും. ഐ എം ടേക്കിംഗ് ഇറ്റ് ആസ് ഇ റൈസ് ടു മൈനസ് 80 എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ. ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ ഞാൻ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ കൊണ്ട് കൺവോൾവ് ചെയ്യുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 80 ഡിവൈഡഡ് ബൈ എ ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോബ്ലം. നമ്മൾ ഇതൊരു പ്രോബ്ലം ആയിട്ട് തന്നെ ബിടെക്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ ഒരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലുമായിട്ട് നിങ്ങൾ കൺവോൾവ് ചെയ്താൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഇ റൈസ് ടു മൈനസ് 80 ബൈ എ. സിമിലർലി ഇഫ് യു ആർ കൺവോൾവിംഗ് ആൻ എക്സ്പോണൻഷ്യൽ സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്, ഏതൊരു സിഗ്നൽ, എക്സ്പോണൻഷ്യൽ തന്നെ ആവണ്ട, ഒരു യു ഓഫ് ടി എടുക്കാം അല്ലെങ്കിൽ റാമ്പ് എടുക്കാം, ഏതൊരു സിഗ്നലിനെയും അതേ സിഗ്നലുമായിട്ട് നമ്മൾ കൺവോൾവ് ചെയ്താൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ the same signal multiplied with t. This is again an important result in convolution. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതല്ലാതെ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ആർ ഹാവിംഗ് എ സിഗ്നൽ ഇ റൈസ് ടു മൈനസ് 80 ആൻഡ് യു ആർ ഹാവിംഗ് അനദർ സിഗ്നൽ ഇ റൈസ് ടു മൈനസ് ബി ടി, ദ കോഎഫിഷ്യൻസ് ആർ ഡിഫറെന്റ്. ഓക്കെ, രണ്ടും ഡിഫറെന്റ് കോഎഫിഷ്യൻസ് ആണ്, ഒന്നിൽ എയും ഒന്നിൽ ബിയും ആണ്. രണ്ട് ഡിഫറെന്റ് എക്സ്പോണൻഷ്യൽ സിഗ്നൽസിനെ നിങ്ങൾ കൺവോൾവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദാറ്റ് കോഎഫിഷ്യൻസ്. ബിയും എയും ആണല്ലോ ഇവിടെ വരുന്നത്. അപ്പം 1 ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇൻറ്റു ദ ഫസ്റ്റ് സിഗ്നൽ ഇ റൈസ് ടു മൈനസ് 80 മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി. ഓക്കെ, സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടന്റ് റിസൾട്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ പ്രീവിയസ് പോളി ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഇത് അറിഞ്ഞൂടാത്ത ഒരു കുട്ടിക്ക് രണ്ട് സിഗ്നൽസ് കൺവോൾവ് ചെയ്ത് തന്നെ ഉത്തരം കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ എളുപ്പവഴി കണ്ടുപിടിക്കുക, ഇ റൈസ് ടു മൈനസ് 80 കൺവോൾവ് വിത്ത് ഇ റൈസ് ടു മൈനസ് ബി ടി ഇസ് 1 by b minus a e raised to minus 80 minus the second signal e raised to minus 80. ഒരു റിസൾട്ട് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. ഇഫ് ഐ എം കൺവോൾവിംഗ് ടി ഇൻറ്റു യു ഓഫ് ടി വിത്ത് യു ഓഫ് ടി, അതായത് ഒരു റാം സിഗ്നലിനെ ഒരു സ്റ്റെപ്പ് സിഗ്നലായിട്ട് ഞാൻ കൺവോൾവ് ചെയ്താൽ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ടി സ്ക്വയർ ബൈ 2 യു ഓഫ് ടി. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ സെക്കൻഡ് റിസൾട്ട് ആണ്. ഇതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. But this particular problem can be solved by using the result number 3. ഈ റിസൾട്ട് 3 വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എന്റെ രണ്ട് സിഗ്നൽസ് ഏതൊക്കെയാണ്? ഇ റൈസ് ടു മൈനസ് ടി ഇസ് കൺവോൾവ് വിത്ത് ഇ റൈസ് ടു മൈനസ് 2t. സോ ഇഫ് ഐ എം അപ്ലൈങ് റിസൾട്ട് നമ്പർ 3, my answer will be 1 by b minus a into the first signal minus the second signal, which is e raised to minus t minus e raised to minus 2t. So which is your answer number C. So option C ആണ് ഇവിടെ correct ഉത്തരം. Seventh problem, a rectangular current pulse of duration t and magnitude 1 has a Laplace transform. Again a very direct question. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ പൾസ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു റെക്ടാങ്കുലർ പൾസിനെ എനിക്ക് ഇങ്ങനെ വരയ്ക്കാം, which is having a width. Okay, they are saying that the width of this pulse or duration of the pulse is capital T. അപ്പൊ ഇങ്ങനെ ഒരു സിഗ്നൽ തന്നാൽ ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു സിഗ്നൽ എനിക്ക് എങ്ങനെ എടുക്കാം? ഞാനിപ്പം ഈ ഒരു സിഗ്നൽ വരയ്ക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഡ്രോ ദ സിഗ്നൽ ഇൻ ദിസ് ഫോം അല്ലെ. ഞാനൊരു യു ഓഫ് ടി എടുത്തു, ഞാൻ യു ഓഫ് ടി മൈനസ് ടി എടുത്തു. ഐ ആം ഷിഫ്റ്റിംഗ് ദ സിഗ്നൽ റൈറ്റ് ബൈ ടി യൂണിറ്റ്സ്, അതായത് റൈറ്റിലേക്ക് ഈ സിഗ്നലിന് ഞാൻ ടി യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ടി എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് യു ഓഫ് ടി മൈനസ് ടി. സോ ദിസ് ഇസ് ടൈം ഷിഫ്റ്റിംഗ് അല്ലെ. റൈറ്റ് ആണെങ്കിൽ മൈനസും ലെഫ്റ്റ് ആണെങ്കിൽ നമുക്ക് പ്ലസ് വരും. ഓക്കെ, സോ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡിലേ ചെയ്തു റൈറ്റിലേക്ക്. ഞാൻ ഈ രണ്ട് സിഗ്നലിനെ മൈനസ് ചെയ്താൽ എന്ത് പറ്റും? നോക്കിക്കേ, യു ഓഫ് ടിയിൽ നിന്ന് ഞാൻ ഈ ഒരു സിഗ്നലിനെ മൈനസ് ചെയ്താൽ എനിക്ക് നേരെ ഈ സിഗ്നൽ കിട്ടും അല്ലേ. സോ ബേസിക്കലി ദിസ് റെക്ടാങ്കുലർ പൾസ് ക്യാൻ ബി ഒബ്റ്റെയിൻ ബൈ ടേക്കിംഗ് എ ഡിഫറൻസ് ഓഫ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ വിത്ത് എ ഷിഫ്റ്റഡ് യൂണിറ്റ് സിഗ്നൽ. ഓക്കെ, വിത്ത് ദാറ്റ് സെയിം ഡ്യൂറേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? എനിക്ക് യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി മൈനസ് ടി എന്ന് ഈ ഒരു പെർട്ടിക്കുലർ സിഗ്നലിനെ എഴുതാം അല്ലേ. സോ ദേ ആർ ആസ്കിംഗ് യു ടു ഫൈൻഡ് ദ ലാപ്ലാസ്. ഹൗ വിൽ യു ടേക്ക് ദ ലാപ്ലാസ് ഓഫ് യു ഓഫ് ടി? ഇറ്റ് ഇസ് 1 by s. വാട്ട് അബൌട്ട് യു ഓഫ് ടി മൈനസ് ടി?
ഇറ്റ് ഇസ് ഇ റൈസ് ടു മൈനസ് ടി എസ് ഡിവൈഡഡ് ബൈ എസ് അല്ലേ. നമ്മൾ മൈനസ് ടി ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ അത് പവർ ആയിട്ട് വരും. വി ആർ യൂസിങ് ദ shifting property here. Okay. So I am taking the Laplace of this particular function. So the final answer will be 1 minus e raised to minus ts divided by s, which is your option number C. Eighth problem. For the function f of s equal to 10 divided by s into x square plus x plus 1, what is the initial value of f of t? Okay. Again, it's a very direct question. അവർ തന്നേക്കുന്നത് എസ് ഡൊമൈനിലുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ, എഫ് ഓഫ് ടി അല്ല, എഫ് ഓഫ് എസ് ആണ് അവർ തന്നിരിക്കുന്നത്. എഫ് ഓഫ് എസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇനിഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്? So they are asking you to find the initial value. So you are using the initial value theorem, limit s tending to infinity s into the Laplace f of s അല്ലെ. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്യാം. So limit s tending to infinity s into 10 divided by s into x square plus s plus 1. s ക്യാൻസൽ ചെയ്യാം, നമുക്ക് s in infinity substitute ചെയ്യാം. So denominator infinity ആവും, 1 by infinity, your answer will be 0. So option C ആണ് കറക്റ്റ് ഉത്തരം. Problem number 9. Lowest dominant harmonic frequency component for a sine triangle PWM voltage with a carrier frequency of 1 kilohertz and a modulating frequency of 50 hertz. അപ്പോൾ നമ്മൾ സൈൻ പി ഡബ്ല്യു പഠിച്ചിട്ടുണ്ടല്ലേ. സൈൻ പി ഡബ്ല്യൂത്തിൽ നമ്മൾ പഠിച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണ്? The main advantage of sine PWM is all the dominant harmonics, especially the lower ആയിട്ടുള്ള dominant harmonics, നമ്മളിപ്പോൾ തേർഡ് എടുത്താലും ഫിഫ്ത് എടുത്താലും സെവൻത് എടുത്താലും, these harmonics are shifted towards the switching frequency എന്നൊരു പോയിന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോറിയർ സ്പെക്ട്രം വരയ്ക്കുകയാണെങ്കിൽ എല്ലാ ഡോമിനന്റ് ആയിട്ടുള്ള ഹാർമോണിക്സും ദേ ആർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ സ്വിച്ചിങ് ഫ്രീക്വൻസി ഓർ കേരിയർ ഫ്രീക്വൻസി. സോ അവർ ചോദിച്ചിരിക്കുന്നത് ലോവസ്റ്റ് ഡോമിനന്റ് ഹാർമോണിക് ഫ്രീക്വൻസി എവിടെ വരുമെന്ന് ചോദിച്ചാൽ അത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി നിയറർ ടു ദ അല്ലെങ്കിൽ എക്സാക്ട്ലി അറ്റ് ദ സ്വിച്ചിങ് ഫ്രീക്വൻസി ഓർ കരിയർ ഫ്രീക്വൻസി വിച്ച് ഇസ് 1 കിലോഹെർട്സ്. സോ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി തന്നെ നമുക്ക് സോൾവ് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ആലോചിക്കുക. ഇൻ കേസ് ഓഫ് എ സൈൻ പി ഡബ്ല്യു എം ടെക്നിക്, the lowest dominant harmonic frequencies are always shifted towards the switching frequency or carrier frequency. 10th problem. What is the form factor for sinusoidal wave? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ലേ. നമ്മൾ ഫോം ഫാക്ടർ പഠിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഫോം ഫാക്ടർ അല്ലേ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ എം എസ് ബൈ വി ആവറേജ്. നമുക്കൊരു സൈൻ സിഗ്നൽ സൈൻ വേവിന്റെ ആർ എം എസ് വാല്യൂം ആവറേജ് വാല്യൂം നമുക്കറിയാം. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫോം ഫാക്ടർ കിട്ടും. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് വാല്യൂ 1.11 ആണ് ഉത്തരം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് ട്രയാങ്കിൾ വേവിന്റെയോ അല്ലെങ്കിൽ സ്ക്വയർ വേവിന്റെയോ ഒക്കെ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. Question 11. Nichols charts are used in. It's a direct question. നമ്മൾ Nichols chart പഠിക്കുന്നുണ്ട് കൺട്രോൾ സിസ്റ്റത്തിൽ. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലോട്ട്സും ചാർട്ട്സും യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പോളാർ പ്ലോട്ട്സ്, ബോഡി പ്ലോട്ട്സ്, നിക്കോൾ പ്ലോട്ട്സ്, അങ്ങനെ കുറെ പഠിക്കുന്നുണ്ട്. അതിൽ ബേസിക്കലി നമ്മൾ കൺട്രോൾ സിസ്റ്റം അനാലിസിസിന് വേണ്ടി തന്നെയാണ് നിക്കോൾസ് ചാർട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. Problem number 12. The steady state error for a ramp input for the system g of s h of s is equal to 10 divided by s into s plus 1 into s plus 2. നല്ലൊരു ക്വസ്റ്റൻ ആണ്. കൺട്രോൾ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ, ESS. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇവരവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? നമുക്ക് g of s h of s തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട് വിച്ച് ഇസ് 10 divided by s into s plus 1 into s plus 2. So they are asking you to find the steady state error for ramp input അല്ലെ. റാമ്പ് ഇൻപുട്ടിന്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്തായിരിക്കും? ESS എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് 1 by വെലോസിറ്റി കോഎഫിഷ്യന്റ് അല്ലെ, KV. അപ്പൊ നമ്മൾ KV കണ്ടുപിടിച്ച് അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ ESS കണ്ടുപിടിക്കാം. സോ വാട്ട് ഇസ് KV? KV is limit s tending to 0 s into g of s h of s. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് അല്ലെ. സോ ഇറ്റ് ഇസ് ലിമിറ്റ് s tending to 0 s into 10 divided by s into s plus 1 into s plus 2. s ക്യാൻസൽ ചെയ്യാം, ലിമിറ്റിന് 0 വാല്യൂ കൊടുക്കാം. എസിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 10 by 1 into 2 which is 5 എന്ന് കിട്ടി അല്ലേ. സോ നമുക്ക് KV 5 കിട്ടിയാൽ വാട്ട് ഇസ് ESS ഫോർ എ റാമ്പ് ഇൻപുട്ട്? സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇസ് 1 divided by KV which is 1 by 5, 0.2 ആണ് നിങ്ങളുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 13th problem. For a polar plot of the system transfer function, it's observed that the phase angle of g of j omega at gain crossover frequency is minus 140. What is the phase margin? Again, polar plot വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് along with body plot. അപ്പൊ പോളാർ പ്ലോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ. സോ അതിലെ ഫേസ് മാർജിൻ ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഉണ്ടല്ലേ. വാട്ട് ഇസ് ഫേസ് മാർജിൻ? ഇറ്റ് ഇസ് 180 പ്ലസ് ആംഗിൾ അറ്റ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരിവിടെ പറഞ്ഞേക്കുന്നത്
ദ ഫേസ് ആംഗിൾ ഓഫ് ജി ഒമേഗ അറ്റ് ഗെയിൻ ക്രോസ് ഓവർ ഫ്രീക്വൻസി 140 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ വിച്ച് മീൻസ് 5GC ആണ് തന്നിരിക്കുന്നത്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഫേസ് മാർജിൻ ഡയറക്ട്ലി യൂസിംഗ് ദിസ് എബോവ് ഇക്വേഷൻ. ഇറ്റ് ഇസ് 180 മൈനസ് 140 എന്ന് വരും, വിച്ച് ഇസ് 40 ഡിഗ്രി. 40 ഡിഗ്രി ആണ് നമ്മുടെ ഫേസ് മാർജിൻ എങ്കിൽ ഇറ്റ് ഇസ് അഗെയിൻ ഫ്രം ദ ഓപ്ഷൻ -40 നിങ്ങൾ ഒരിക്കലും മാർക്ക് ചെയ്യരുത്, 40 ആണ്. +40 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു +400 അല്ലേ. കാരണം 360 ഡിഗ്രിന്ന് 40 ആഡ് ചെയ്യുമ്പോഴും നമുക്ക് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത് അല്ലേ, 400 തന്നെയാണ് കിട്ടുന്നത്. ഒരു കംപ്ലീറ്റ് പോളാർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു 360 ഡിഗ്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ 40 ഡിഗ്രി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ തന്നെയാണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു 400 ബിക്കോസ് ഇറ്റ് ഇസ് 360 + 40. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. Problem number 14. The characteristic polynomial of control system transfer function is x square plus 12x plus 100. What is the damped frequency of oscillation? So, damped എന്നുള്ളൊരു വേർഡ് കണ്ടാൽ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഒമേഗ ഡി ആണ് ചോദ്യം. ഒമേഗ ഡിയുടെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഇസ് ഒമേഗ n into root of 1 minus zeta square അല്ലേ. നമ്മളിതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസിൽ. സോ ദേ ആർ ഗിവിംഗ് യു ദ സെക്കൻഡ് ഓർഡർ നമ്മളെ സിസ്റ്റം തന്നിട്ടുണ്ട് x square plus 12x plus 100 എന്ന് പറഞ്ഞൊരു നമ്മൾ ഡിനോമിനേറ്റർ പോളിനോമിയൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒമേഗ ഡി കണ്ടുപിടിക്കാനാണ് ചോദ്യം. സോ ഫ്രം ദിസ് ഐ എം കമ്പയറിംഗ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് x square plus 2 zeta omega ns plus omega n square equal to 0. So from this I can say omega n square is equal to 100 if you are comparing the above two equations, or omega n is equal to 10 radians per seconds എന്ന് വരും. And what about 2 zeta omega n? 2 zeta omega n is equal to 12 അല്ലേ. So 2 into zeta into 10 is equal to 12. So zeta value എന്തായിരിക്കും? 12 divided by 20, which is 0.6. What about omega d? Omega d is omega n into root of 1 minus zeta square, which is 10 into root of 1 minus 0.6 square, which is 10 into root of 0.64. 0.64 എന്ന് പറയുമ്പോൾ 0.8 വരും. 10 into 0.8, answer is 8 radians per second. So your option D is your correct answer. 15th problem. Snubber circuit is provided along with a SCR to protect it from. It's again a direct question. നമ്മൾ snubber എന്തിനാ യൂസ് ചെയ്യുന്നത്? Snubber is basically used for dV/dt protection അല്ലേ. So option A ആണ് കറക്റ്റ് ഉത്തരം. So we are basically using RC as a sub snubber. നമ്മളൊരു തൈറിസ്റ്ററിന്റെ പ്രൊട്ടക്ഷനിൽ പഠിക്കുന്ന ഒരു സെക്ഷനാണ് dV/dt ട്രിഗറിംഗ് അല്ലെങ്കിൽ ഹൈ dV/dt എതിരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസം ആണ് snubber. Okay. 16th problem. An SCR is put in a circuit to control the power flow in the circuit. Latching current of the device is 40 milliampere. Circuit resistance is 50 ohm and inductance is 0.25 Henry. And the source voltage is 200 volt DC. What is the minimum width of gate pulse for assured turn on? Power electronics സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. മിനിമം വിത്ത് ഓഫ് ദ ഗേറ്റ് പൾസ് അല്ലെങ്കിൽ മിനിമം ടൈം ടു ടേൺ ഓൺ ദ തൈറിസ്റ്റർ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു DC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വിച്ച് ഇസ് 200 വോൾട്ട്. ആൻഡ് ത്രൂ എ തൈറിസ്റ്റർ ഓർ എൻ SCR യു ആർ സപ്ലൈങ് ഇറ്റ് ടു സം ലോഡ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു RL ലോഡ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കൊരു റെസിസ്റ്റൻസ് 50 ഓമും ഉണ്ട്, ഒരു ഇൻഡക്ടൻസ് 0.25 ഹെൻറിയും ഉണ്ട്. ആൻഡ് they are asking you to find the minimum width of the gate pulse for assured turn on. So basically whenever this thyristor is turned on, നമ്മൾ ഈ thyristor ഓൺ ചെയ്തു അല്ലെങ്കിൽ ഇത് ഷോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? This supply is coming across the load അല്ലേ. സപ്ലൈ ലോഡിന് അക്രോസ് വരുന്നുണ്ട്. We are basically using the equation 200 is equal to L into di/dt. This voltage will be appearing across the inductor അല്ലേ. ആ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇൻഡക്ടറിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈ 200 വോൾട്ട് തന്നെ ആയിരിക്കും. സോ ബേസിക്കലി അതിനകത്ത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കാനാണ് ഒരു റെസിസ്റ്ററും കൂടെ തന്നേക്കുന്നത്. ഒരു ഇൻഡക്റ്റീവ് ലോഡ് തന്നെയാണ്, ഒരു ഹൈലി ഇൻഡക്റ്റീവ് ലോഡ് തന്നെ ആയിരിക്കും അത്. അപ്പൊ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് L into di/dt എന്ന് പറയുന്നത് സപ്ലൈക്ക് ഈക്വൽ ആയിരിക്കും, 200 വോൾട്ട് DC ക്ക് ഈക്വൽ ആയിരിക്കും when you are turning on the thyristor. നിങ്ങൾക്ക് വേണമെങ്കിൽ I into R plus L into di/dt എടുത്തും ചെയ്യാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. പക്ഷേ ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഡയറക്ട്ലി യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. Basically supply equal to voltage across the inductor. So here they are asking you to find the turn on time അല്ലേ. ഇപ്പൊ 200 is equal to 0.25 Henry into what is the current? കറണ്ട് 40 മില്ലി ആംപിയർ ആണ്, ഡിവൈഡഡ് ബൈ dt. ഈ dt തന്നെ ആയിരിക്കും നിങ്ങളുടെ മിനിമം വിഡ്ത്ത് ഓഫ് ദ ഗേറ്റ് പൾസ്. കാരണം മിനിമം വിഡ്ത്ത് ഓഫ് ദ ഗേറ്റ് പൾസ് എന്ന് പറഞ്ഞാൽ ടി ഓൺ ടൈം ആണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ വാട്ട് ഇസ് ടി ഓൺ എന്ന് പറഞ്ഞാൽ 0.25 into 40 into 10⁻³ divided by 200. If you are calculating this, you will be getting the value as 50 microseconds. നിങ്ങൾക്ക് 50 microseconds എന്ന് കിട്ടും. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 0.5 into 10⁻⁻4 which is 50 into 10⁻⁻6. Okay. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം.
പ്രീവിയസ് പോളി ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 17th പ്രോബ്ലം, a series inductor is to be provided for di by dt protection. ഓക്കെ, നമ്മളേക്ക് ഇൻ പ്രൊട്ടക്ഷൻസിൽ പഠിക്കുന്നതാണ് SCRൽ ഹൈ di by dt ക്ക് എതിരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ എലമെന്റ് ആണ് സീരീസ് ഇൻഡക്ടർ. ഓക്കെ, വി ആർ കണക്ടിങ് an inductor in series with the thyristor. സർക്യൂട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് 300 വോൾട്ട്, di by dt റേറ്റിംഗ് ഓഫ് തൈറിസ്റ്ററും തന്നിട്ടുണ്ട് 25 ആംപിയർ per മൈക്രോ സെക്കൻഡ്സ്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടർ L? Again, it's a very direct question. So we know the inductor voltage VL is equal to L into di by dt. ഇവർ അവിടെ di by dt തന്നിട്ടുണ്ട്, വോൾട്ടേജും തന്നിട്ടുണ്ട്, ആൻഡ് ദേ ആർ ആസ്കിംഗ് യു ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് L. L എന്തായിരിക്കും? VL divided by di by dt, which is 300 divided by 25 ampere per microseconds. So if you're calculating this, you'll be getting the answer as 12 micro henry എന്ന് കിട്ടും. Okay, so option C ആണ് correct ഉത്തരം. 18th question, cyclo converters are used to. So basically cyclo converters എന്ന് പറഞ്ഞാൽ എന്താണ്? AC to AC convertersനെയാണ് നമ്മൾ cyclo converters. ഒരു ഫ്രീക്വൻസിന്ന് വേറൊരു ഫ്രീക്വൻസി എന്ന് പറയും. So basically cyclo converters യൂസ് ഫോർ ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഓഫ് AC വോൾട്ടേജ്. AC വോൾട്ടേജ് കൺട്രോളേഴ്സിലൊക്കെ നമ്മൾ cyclo converters ആണ് യൂസ് ചെയ്യുന്നത്. ഒരിക്കലും അത് AC ടു ഹൈ വോൾട്ടേജ് DC പറയത്തില്ല, ഇറ്റ്സ് AC ടു AC അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ഉത്തരം. ഇറ്റ്സ് യൂസ് ഫോർ ചേഞ്ചിങ് ദ ഫ്രീക്വൻസി ഓഫ് AC വോൾട്ടേജസ്. 19th പ്രോബ്ലം, ഫ്രീക്വൻസി ഓഫ് ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണന്റ് ഇൻ എ സിഗ്നൽ ഇസ് FM. ഓക്കെ, മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് FM ആണെങ്കിൽ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഫോർ കറക്റ്റ് റീകൺസ്ട്രക്ഷൻ ഓഫ് സിഗ്നൽ. അഗെയിൻ ദിസ് ഇസ് കമ്മിങ് ഫ്രം സാമ്പിളിംഗ് തിയറം അല്ലേ. സാമ്പിളിംഗ് തിയറം പറയുന്നത് എന്താണ്? ആസ് പെർ സാമ്പിളിംഗ് തിയറം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 into FM. FS ലെസ് ദാൻ 2 FM ആണെങ്കിൽ അവിടെ ഏലിയാസിംഗ് എന്നുള്ളൊരു അല്ലെങ്കിൽ സിഗ്നൽ ഫോൾഡിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണം അല്ലേ. നമുക്ക് നമ്മുടെ ഒറിജിനൽ സിഗ്നൽ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാനോ തിരിച്ചെടുക്കാനോ പറ്റത്തില്ല. സോ ദ മിനിമം കണ്ടീഷൻ ഇസ് FS ഐദർ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 2 FM. ഐഡിയൽ കേസ് എന്താണ്? ഐഡിയൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണ്? FS ഇസ് ഈക്വൽ ടു 2 FM ആണെങ്കിൽ നമുക്ക് സിഗ്നലിനെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരു സിഗ്നലിനെ അതിന്റെ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലോട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെ തിരിച്ച് നമ്മൾ ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് നമ്മൾ അനലോഗ് സിഗ്നലിലോട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മിനിമം കണ്ടീഷൻ എന്തായിരിക്കണം? It should be equal to 2 FM. So the minimum sampling frequency for the reconstruction of the signal is 2 into FM. So option D is your correct answer. 20th question, choose the correct statement. IGBT has high switching loss compared to BJT. IGBT has secondary breakdown problems. IGBT has low gate drive requirements. IGBT is a current control device. It's a very direct question. From the given options, we can say that എയും ബിയും ഡിയും തെറ്റുത്തരങ്ങളാണ് അല്ലേ. IGBTക്ക് BJTനെ കമ്പയർ ചെയ്യുമ്പോൾ സ്വിച്ചിങ് ലോസ് കുറവാണ് അല്ലേ. ബിക്കോസ് ഇറ്റ് ഇസ് എ അമാൽഗമേഷൻ ഓഫ് ബോത്ത് മോസ്ഫെറ്റ്സ് ആൻഡ് BJT. അപ്പം ഡെഫിനറ്റ്ലി ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. IGBT ഹാസ് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ അല്ല, അത് കറക്റ്റ് അല്ല. IGBTക്ക് സെക്കൻഡറി ബ്രേക്ക് ഡൗൺ എന്നുള്ള സംഭവം ഇല്ല. IGBT കറന്റ് കൺട്രോൾ ഡിവൈസും അല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ നമ്പർ സി. IGBT ഹാസ് ലോ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ്. ഇതൊരു പ്രീവിയസ് ഇലക്ട്രോണിക്സ് പോളി ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 21 പ്രോബ്ലം, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് എ ട്രയാക്ക്. ഓക്കെ, ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബൈഡയറക്ഷണൽ തൈറിസ്റ്റർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയാക്കും ട്രയാക്കും. രണ്ട് തൈറിസ്റ്റേഴ്സ് ആന്റി പാരലൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബൈഡയറക്ഷണൽ ഡിവൈസ്. ഓക്കെ, ബൈഡയറക്ഷണൽ പവർ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ ട്രാക്സ് യൂസ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കേണ്ടത്, കമ്പയർ ടു എ തൈറിസ്റ്റർ SCR ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് ഇസ് ലെസ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. 22nd പ്രോബ്ലം, ദ ഫോർവേഡ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈ ടു എൻ SCR ആഫ്റ്റർ ഇറ്റ്സ്. ഇറ്റ്സ് അഗെയിൻ എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു ഓഫ് ആയിരിക്കുന്ന തൈറിസ്റ്ററിനെ ഓൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. ആനോഡ് വോൾട്ടേജ് റെഡ്യൂസസ് ടു 0, ഗേറ്റ് റിക്കവറി ടൈം, റിവേഴ്സ് റിക്കവറി ടൈം, ആനോഡ് കറന്റ് റെഡ്യൂസസ് ടു 0. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗേറ്റ് റിക്കവറി ടൈം. ഗേറ്റ് റിക്കവറി ടൈമും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു തൈറിസ്റ്റർ കംപ്ലീറ്റ്ലി ഓഫ് എന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ അല്ലേ. നമ്മൾ പറയുന്നുണ്ടല്ലേ റിവേഴ്സ് റിക്കവറി ആൻഡ് ഗേറ്റ് റിക്കവറി. ഇത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ഫസ്റ്റ് നടക്കുന്നത് റിവേഴ്സ് റിക്കവറി ആയിരിക്കും. കാരണം പുറത്തുള്ള ചാർജ് കാരിയേഴ്സിന് റിമൂവ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിനെയാണ് നമ്മൾ റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറയുന്നത്, TRR. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൺലി ഗേറ്റ് റിക്കവറി ഹാപ്പൻസ്. ഗേറ്റ് റിക്കവറി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ള ഡിപ്ലീഷൻ റീജിയനിൽ ഇരിക്കുന്ന കാരിയേഴ്സിന് മൂവ് ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഗേറ്റ് റിക്കവറി എന്ന് പറയുന്നത്, TGR. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഒരു ട്രാൻസിസ്റ്ററിനെ നമുക്ക് ഓഫ് സ്റ്റേറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓൺ സ്റ്റേറ്റിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫോർവേഡ് വോൾട്ടേജ് ഷുഡ് ബി അപ്ലൈഡ് ആഫ്റ്റർ ദി ഗേറ്റ് റിക്കവറി ടൈം. സോ ഓപ്ഷൻ ബി ഈസ് യുവർ കറക്റ്റ് ആൻസർ. So with that, we are closing today's module analysis session on signal science system, control system and power electronics. I hope the session was useful to everybody. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മാക്സിമം പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.